Then questions, answers will give you evening. Write down in your notebook. Then I am writing only a questions answer. I will write only questions answers only. You have to copy the questions from your textbook and then you have to write the answer to in the notebook. And you have to post it in 3rd standards group. പറഞ്ഞ മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയല്ല, നമ്പർ ഇട്ട് കൈസ പ്ലീസ് ലിസൺ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ലെസൺ നെയിം എഴുതണം. എന്നിട്ട് ആൻസർ ദ ഫോളോയിങ് എഴുതിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബോൺസ് ഇൻ നാപ്പിയേഴ്സ് ബോണ്ട് എന്ന് നിങ്ങൾ എഴുതണം. ദെൻ യു ഹാവ് ടു ലുക്ക് ഇൻ യുവർ 3rd standards WhatsApp group and have to find out the answer from the group that I am going to give. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി എഴുതണം. കഴിഞ്ഞ വർഷം സയൻസ് CBS അങ്ങനെ ചെയ്യാറില്ലായിരുന്നോ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതുമല്ലേ ചെയ്തോണ്ടിരുന്നേ? അതുപോലെ. ഓക്കെ, ആൻസർ തരാം. ഇവിടെ ഒരു ചിക്കുന്റെ അബാക്കസിലേക്ക് എത്തിക്കാൻ നിങ്ങളോട് പറഞ്ഞായിട്ട് വരച്ചായിരുന്നോ? ഹാവ് യു ഡൺ ദാറ്റ്? Chiku wants to count the number of beads in the abacus. Help Chiku to reach the abacus. Did you draw that? Okay, Benita, show me your textbook. Let me see whether you have reached or not. Show the textbook. All of you have to show. Did not even open the textbook. Okay. And Samuel, Shalvin. Where's your textbook, my dear? Show me. No textbook. One textbook illa Samuel na. 1 minute. 1 minute. Any mute here? Unmute. Okay. One textbook illa mutte? Endi mutte? Textbook, computer textbook ഒന്ന് കാണിച്ചേ മിസ്സിനെ. ഓക്കെ, അതിലെ പേജ് നമ്പർ 8. ടേക്ക് പേജ് നമ്പർ 8. ഓക്കെ, in that work ചിക്കു മുയലിന്റെ ചിക്കു റാറ്റ് മൗസിന്റെ അത് വരച്ചായിരുന്നോ മോന്? അബാക്കസിലേക്ക് എത്തിച്ചോ? ഇല്ല. Then you do it. Alan Matthew, please show me your textbook. Alan, did you draw? വരച്ചായിരുന്നോ? Alan വരച്ചോ? Tell me yes. Show the hand if you have drawn. Keep down. Can't see properly. Did not draw. Toshin, did you do? Toshin Titus? Did you draw? കാണിക്കണ്ട. ഒക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചത് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ. ഓക്കെ, വരച്ചോ? ഓക്കെ, കൈസ, did you draw? Yes. Juliet is drawing now. Rilu, have you done? വരച്ചു. ഓക്കെ, ആസിയ. ഓക്കെ, ഹസന ഷെറി. ഹസന has to sit near the light. ലൈറ്റിന്റെ ബൾബിന്റെ മുന്നിൽ ലൈറ്റിന്റെ വെട്ടം വേണം. മുഖത്തേക്ക് വെട്ടം കിട്ടുന്നില്ല, കാണുന്നില്ല മുത്തിനെ. ഹസ്ന. നെക്സ്റ്റ് ആരാധ്യ പ്രജിത്ത് വരച്ചായിരുന്ന മോളെ? ചിത്രം വരച്ചു. സിദ്ധാന്ത് കൃഷ്ണ, did you draw? Where is Siddhant? Only textbook I can see. സിദ്ധുവിന്റെ മുഖം കാണുന്നില്ല മോനെ. ക്യാമറ ഒന്ന് നേരെ വെക്ക. കൊച്ചിന്റെ വീട്ടിലെ ബൾബ് മാത്രമേ കാണുന്നുള്ളൂ. അമ്മയോടൊന്ന് നേരെ വെച്ച് തരാൻ പറ. മുഖം കാണുന്നില്ല മുത്തേ. ഓക്കെ, അത് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന മുഖത്തേക്ക് വെളിച്ചം വേണം, എങ്കിലേ കാണുള്ളൂ ട്ടോ. ഓക്കെ, ഷഹമാവി, did you do? Have you done? Have you drawn? Okay. Selna Elizabeth, have you drawn? Samuel Shalvin, unmute. Sorry, mute ചെയ്തേ, സൗണ്ട് വരുന്നു. സെൽന ചെയ്തു. ജോയൽ ജോസഫ്, have you done? Sahil, Joel is stuck. Muhammad Sahil, have you done? Okay. Joel and Jomel. Joel, they are stuck. Okay, good. ഇവിടെ ആരാ വരയ്ക്കാനുള്ള ആള് വരച്ചോ? ജൂലിയറ്റ് വരച്ചു. അവിടെ ആരായിരുന്നു? അലൻ വരച്ച മുത്തേ?
അല്ല സാമുവൽ ആയിരുന്നു വരയ്ക്കാതിരുന്നത് അല്ലേ? സാമുവൽ വരച്ച മോനെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് മക്കള് നല്ല മക്കളാ കേട്ടോ. സാമുവൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളുവോ? ഞാൻ മ്യൂട്ട് ചെയ്തോളാം. ഓക്കെ. Now we started the second lesson, parts of computer system. Edwin, please listen. Dora, I have learned about computers and different types of computers, and different functions are there for computer. Now, yes, Edwin, what is the problem for you? Edwin can't hear. Teacher, question answer teacher in the WhatsApp like it. അതിൽ കേട്ടോ. ഇപ്പം ടീച്ചർ ഡിക്റ്റേറ്റ് ചെയ്താല് നിങ്ങൾ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞാലും കുറെ പേർക്ക് സ്പെല്ലിംഗ് കിട്ടാതെ വരും. അപ്പൊ ടീച്ചർ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വൈകുന്നേരം ഗ്രൂപ്പിൽ നോക്കിയിട്ട് എഴുതും കേട്ടോ. ആസിയ, എല്ലാവർക്കും മനസ്സിലായി? ആസിയ അവിടെ വലിയ പാട്ടൊക്കെയാന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തോണ്ട് അല്ല മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ടൊന്നും കേൾക്കൂലല്ലോ അല്ലെ ആസിയ? പാട്ട് പാടുവാണോ മോള്? ആസിയ സഫ, my dear, going on singing song or talking to mummy? Are you singing song? Don't do now during the class. Okay. Now see, computer. Do you know the parts of computer? Computer endakeyunda? You see, do you know what are the parts of our body? ജൂലിയറ്റ് കഴിഞ്ഞില്ല, വരയ്ക്കൽ കഴിഞ്ഞില്ല. ഇനി അത് നിർത്തും കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ എത്തിക്കാം. നമ്മുടെ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഹസ്ന ഷെറിനെ അറിയാവോ? ഹസ്ന അറിയാവോ? ഞാൻ അൺമ്യൂട്ട് ബോഡിയുടെ പാർട്സ് ഞാൻ ചോദിച്ച കമ്പ്യൂട്ടറിന്റെ അല്ല കേട്ടോ. ഹസ്ന കുട്ടി, നമ്മുടെ ബോഡിയുടെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന്? ഇല്ല അൺമ്യൂട്ട് ആയിട്ടില്ല മോള്. Hasna Sharon, now come on. Say loudly, can't hear. ഒച്ചതി പറ, കേൾക്കുന്നില്ല. ഹസ്ന, നമ്മുടെ ബോഡി പാർട്സ് എന്തൊക്കെയാണ്? our body parts, what are our body parts? Hasna is not responding. Asia is ready to answer. Hasna, can you tell her? No. Asia Safa, Asia, pin. Asia, head. Tell me. Mouse. Neck. Leg, hand. Say speedily. Hand. Ears. Okay. Itrem parts varnille. Savia, Asia, very good. And second question to Asia itself. What are the parts of computer? You know? Do you know what are the parts of computers? The computer is the calling you can. Then the computer calling you parts of that computer. Wait. I think Asia will answer. Don't know? Okay, no problem. Rilu, can you answer? Unmute. Monitor. Okay. Monitor. പറഞ്ഞോ. Keyboard, CPU, speaker, mouse. Okay. Really good. കുറെ പാർട്സുകൾ പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ, CPU, then മൗസ്, കീബോർഡ്. ഓക്കെ. ഇനി ഞാൻ നിങ്ങളെ ഒരു ഇത് കാണിച്ചു തരാം. കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ നിങ്ങൾക്ക് അറിയാം. See that picture. പേജ് നമ്പർ 9 എടുത്തിട്ട് അതിലുള്ള പിക്ചർ കണ്ടോ ഇവിടെ? Senior textbook page number. Parts of computers: monitor, CPU, speaker, mouse, keyboard,
ഇനി UPS ഉണ്ട്, പ്രിന്റർ ഉണ്ട്, ജോയ്സ്റ്റിക് ഉണ്ട്, അങ്ങനെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ So computer system consists of two components, hardware and software. What are the two components of computers? Hardware and software. Say all of you. Hardware and software. Say ഇവിടെ കൈസൊന്നും പറയുന്നില്ല. കൈസ say hardware and software. The parts of the computer that we can touch are called hardware. നമുക്ക് കമ്പ്യൂട്ടറിന് ഏതൊക്കെ ഭാഗങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുമോ those parts are known as hardware. For example, ഏതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്? മൗസ്, കീബോർഡ്, മോണിറ്റർ and all we can touch. നമുക്ക് തൊടാൻ പറ്റും അല്ലെ? കീബോർഡിൽ തൊടാം, മോണിറ്ററിൽ തൊടാം, മൗസിൽ തൊടാം, പ്രിന്ററിൽ തൊടാം. So the guys, please sit there in the class properly. So the parts of a computer which we can touch are called as hardware. See hardware in the picture kando? Okay. Ini software. Software means which we have installed in that. അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമുകളാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സി ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ ഉണ്ട്. യു ഹാവ് മൊബൈൽസ് അറ്റ് ഹോം. സി ഇൻ ദാറ്റ് മൊബൈൽ യു ക്യാൻ ടച്ച് ദ മൊബൈൽ സ്ക്രീൻ ആൻഡ് ഓൾ. സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് തൊടാൻ പറ്റും അല്ലെ? ദെൻ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഹെഡ്ഫോണിൽ തൊടാൻ പറ്റും, പിന്നെ ഇയർഫോൺ ഉണ്ടെങ്കിൽ ഇയർഫോണിൽ തൊടാൻ പറ്റും, സ്ക്രീനിലൊക്കെ തൊടാൻ പറ്റും അല്ലെ മൊബൈലിന്റെ. ബട്ട് there will be some games downloaded in your mobiles, some apps, കുറെ ആപ്പുകൾ ലൈക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്. ടോഷൻ ടൈറ്റസ് ഓക്കെ. സോ അങ്ങനെ കുറെ ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കും അല്ലെ? കോണ്ടാക്ട്സ്, കോൾ ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെ. അതൊക്കെ നമുക്ക് തൊടാൻ പറ്റുമോ? ക്യാൻ വി ടച്ച്? ദേ ആർ സോഫ്റ്റ്വെയർസ്. ലൈക്ക് ദ സെയിം വേ കമ്പ്യൂട്ടറിൽ നമ്മൾ തൊടാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന കീബോർഡ്, മൗസ്, ലൈക്ക് ദാറ്റ് വേ തിങ്സ് ആൻഡ് ഓൾ ആർ ഹാർഡ്വെയർസ് ആൻഡ് വിച്ച് ആർ ഓൾറെഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡഡ് ആപ്പ് ആർ known as a software. Games, paint, wordpad, such things. Why Toshin is laughing? Toshin? Toshine? Toshin Titus, can you hear me? Yes. Yes. Why Toshin is restless there? Who is disturbing you there? ആരാ ശല്യം ചെയ്യുന്നേ? അവിടെ ആരെയൊക്കെയോ നോക്കി ചിരിക്കോ കളിക്കോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ടീച്ചർ പറയുന്നത്, ടെൽ ബ്രദർ ഐ ആം ഇൻ ദ ക്ലാസ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ, ക്ലാസ് ടൈമിലല്ല ഡിസ്റ്റർബ് ചെയ്യേണ്ടത്, സാധാരണ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കളിക്കാം കേട്ടോ. ഓക്കെ. Okay, so did you understand what is hardware and what is software? Hardware is the parts which we can touch. For example, mouse, keyboard. നമുക്ക് തൊടാൻ പറ്റുന്ന ഭാഗങ്ങൾക്കാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന, അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, വിച്ച് വി കാനോട്ട് ടച്ച്. ഓക്കെ, സി ആ പേജിൽ നോക്കിക്കേ, പേജ് നമ്പർ 9 ഫസ്റ്റ് പിക്ചറിലെ കീബോർഡ്, മൗസ്, സ്പീക്കർ, CPU, മോണിറ്റർ, ദീസ് ഓൾ തിങ്സ് വി ക്യാൻ സി. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും, അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, തൊടാൻ പറ്റും അല്ലെ? So these are hardwares. And see in the second and next picture, one girl is playing game. So app like games, paints, paintbrush, wordpad, such are softwares. നമ്മള് മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന, അത് നമുക്ക് വി കാനോട്ട് ടച്ച് ഇറ്റ്, അത് നമുക്ക് തൊടാൻ പറ്റത്തില്ല.
Okay, these are softwares. Some hardware such as hard disk driver, RAM, microprocessor, and motherboard are inside the CPU box. We cannot see it from outside. You have seen computers, but some more things we have not yet opened. നമ്മളത് തുറക്കാതെ നമുക്ക് പുറത്തുനിന്ന് കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും, കീബോർഡൊക്കെ അല്ലെ. പക്ഷെ അതിന്റെ ഉള്ളിൽ വേറെ കുറെ വയറൊക്കെ ഉണ്ട്, സംഭവങ്ങൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഇൻ EVS I taught you about internal organs and external organs. Do you remember? ടോഷൻ ടൈസ് ഒക്കെ ഓർക്കുന്നുണ്ടാകും അല്ലെ. ഇന്റേണൽ ഓർഗണും എക്സ്റ്റേണൽ ഓർഗണും ഒക്കെ നമ്മൾ പഠിച്ചത് സെക്കൻഡ് സ്റ്റാൻഡേർഡില്. സോ ഇന്റേണൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ള ഓർഗൻസ്, അവയവങ്ങള്. എക്സ്റ്റേണൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചതും കഴിഞ്ഞ കൊല്ലം നമ്മൾ തമാശ പറഞ്ഞൊക്കെ ഓർക്കുന്നില്ലേ? സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചവർക്കൊക്കെ അറിയത്തില്ലേ? ഓക്കെ. സോ ലൈക്ക് ദാറ്റ് വേ ഇൻ കമ്പ്യൂട്ടർ സം പാർട്സ് വി കനോട്ട് സീ, ദേ ആർ ഫിറ്റഡ് ഇൻസൈഡ്. നമ്മൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചില്ലേ, എന്തുകൊണ്ടാണ് സം ഓർഗൻസ് ആർ സെറ്റ് ഇൻസൈഡ് അവർ ബോഡി? എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ? ആര് പറയും? ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ, ലൈക്ക് കിഡ്നി, ലിവർ ആൻഡ് ഓൾ. ടോഷൻ ടൈറ്റസ് തന്നെ പറഞ്ഞു. ടോഷൻ ആണെങ്കിൽ നല്ല ഓർമ്മയുണ്ടാകും, കാരണം ടോഷനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത് കഴിഞ്ഞ വർഷം അല്ലെ ടോഷന്. സോ why we studied that why this kidney and all have been set inside the body. That means that is internal organ. എന്തുകൊണ്ടാണ് ഉള്ളിൽ അതിനെ ഫിറ്റ് ആക്കിയെന്ന് നമ്മൾ പഠിച്ചത് മോനെ? കിഡ്നി, ബ്രെയിൻ, അങ്ങനെയുള്ളതൊക്കെ ഓർക്കുന്നില്ലേ? റിലു, ഡു യു റിമെമ്പർ? ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ? യെസ്. then brain, kidney, heart. അതെ ഹാർട്ട്, ബ്രെയിൻ ആൻഡ് ഓൾ ആർ ഇന്റേണൽ ഓർഗൻസ്. വൈ ദേ ഹാവ് ബീൻ സെറ്റ് ഇൻസൈഡ് അവർ ബോഡി? എന്തുകൊണ്ടാണ് അവയെ ഉള്ളിലോ ഫിറ്റ് ആക്കി വെച്ചേക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പഠിപ്പിച്ചാണല്ലോ നിങ്ങളെ ലാസ്റ്റ് ഇയർ. സോ ഫോർഗോട്ട് യു. വേർ ഇസ് ആസിയ? എനിക്ക് ആസിയക്ക് ഉത്തരം അറിയാവോ നോക്കട്ടെ. ആസിയ, ക്യാൻ യു ടെൽ? അറിയാവോ? ഹൂ നോസ്? ആർക്കറിയാം? അയ്യോ, ബെനീറ്റ, യു നോ? ബെനീറ്റ, ഡു യു നോ? അറിയോ? ഇല്ല, ആർക്കും അറിയില്ലേ? കഷ്ടം. ഇവിടെ ആരോ കൈ ഉയർത്തിയായിരുന്നു. ആസിയ സഫ. വെരി ഗുഡ്. ആസിയ പറഞ്ഞോ. ബ്രെയിൻ ഒക്കെ എന്തുകൊണ്ടാ ഉള്ളില് ബോഡി പാർട്ടിൽ വെച്ചേക്കുന്ന? പറഞ്ഞു. അത് പുറത്തായിനെങ്കില് കാണാൻ രസം ഉണ്ടാവില്ല. അതൊരു നല്ല പോയിന്റ് ആണ്. ഓക്കെ, അത് പുറത്തായിരുന്നെങ്കിൽ കാണാൻ രസം ഉണ്ടാവില്ല നമ്മളെ കാണാൻ. ഓക്കെ. ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതല്ല. പറഞ്ഞതൊരു പോയിന്റ് ഒക്കെ തന്നെയാ. കുറച്ചുകൂടെ നമ്മളെ കാണാൻ ഭംഗിയില്ലായിരുന്നു അല്ലെ? ഓക്കെ, ഇവിടെ ഏഞ്ചൽ റോസ് ഈസ് റെഡി ടു ആൻസർ. ഓക്കെ, ഏഞ്ചൽ. വെരി ഗുഡ്. ഏഞ്ചൽ റോസ്. വെയിറ്റ്. ഓക്കെ, ഏഞ്ചൽ റോസ്. എന്തോ? ഓക്കെ, വെരി ഗുഡ്. Answered correctly. These parts are very delicate parts. വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ടുകളാണ്, ഓർഗൻസ് ആണ്. അതുകൊണ്ട് അവയെ പുറത്തൊക്കെ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ കൈ ഇരിക്കേണ്ടടുത്ത് കൈയുടെയും കാലിന്റെ ഒക്കെ സ്ഥാനത്ത് ഹാർട്ടും കിഡ്നിയും ഒക്കെ വന്നാൽ അവിടെയൊക്കെ എന്തെങ്കിലും നമ്മൾ ഓടി നടക്കുകയും പെട്ടെന്ന് വീഴുകയും ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല വീഴുന്നത്. ഇനി ആരാ? റീലു അൺമ്യൂട്ട് ചെയ്തോ. അപ്പോൾ നമ്മൾ വീഴൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഒക്കെ പൊട്ടിച്ചെതറി പോകും, നമ്മുടെ ഹാർട്ടൊക്കെ പോയി. അപ്പൊ ഹാർട്ടൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുവോ? ഇല്ല. They are a very delicate parts, so they are fit
inside the body. They are fitted inside the body. മനസ്സിലായോ? Like the same way, ഇപ്പൊ നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞാലും അത് നമ്മൾ എവിടെയെങ്കിലും വീണു അല്ലെങ്കിൽ തട്ടി കൈയൊക്കെ നമുക്കറിയാം എല്ലൊക്കെ പൊട്ടിയിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? After 2 months or 3 months they will recover. But if anything happens to our heart, kidney, liver, brain, such parts, if anything happens, see, we will die. അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മൾ മരിച്ചു പോകും. പിന്നെ ആസിയ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ്ട്രൈന് ഹാർട്ടൊക്കെ നമ്മുടെ പുറത്തോട്ടായിരുന്നെങ്കിൽ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മളെ കാണാൻ. ഒന്ന് ഇമാജിൻ ചെയ്തേ ജസ്റ്റ് ഇഫ് അവർ ബ്രെയിൻ ഈസ് ഹിയർ ഓൺ ദ ഹെഡ്, ഹിയർ ഔട്ട്സൈഡ് ദ ഹെഡ് മീൻസ് will it look nice? If our stomach is out, how would it have been? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സ്റ്റൊമക്ക് ഒക്കെ പുറത്തായിരുന്നെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും വയറൊക്കെ വീർത്ത് വരുമായിരുന്നു അല്ലേ? സോ ഇറ്റ് ഡസന്റ് ലുക്ക് നൈസ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ദ റീസൺ. വാട്ട് അവർ ഹൂ സെഡ് ദാറ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ആരായിരുന്നു പറഞ്ഞേ? ജൂലിയറ്റ് അല്ല, ആളെവിടെ പോയി? ഏഞ്ചൽ റോസ്. ഓക്കെ, ഏഞ്ചൽ പറഞ്ഞ പോലെ ദീസ് പാർട്സ് ആർ വെരി ഡെലിക്കേറ്റഡ് പാർട്സ് ആണ്. അപ്പം അതിന് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാം. ആൻഡ് വി നോ ദാറ്റ് അവർ ഐസ് ആർ വെരി ഡെലിക്കേറ്റഡ് പാർട്ട് അല്ലെ? കണ്ണിന് എന്ത് ഡെലിക്കേറ്റഡ് പാർട്ടാണ് കണ്ണ്. വൈ ഐസ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ്? പക്ഷെ എന്തുകൊണ്ടാ ഡെലിക്കേറ്റഡ് ആണെങ്കിൽ പോലും എന്തുകൊണ്ടാ നമ്മുടെ ഐസ് കെപ്റ്റ് ഔട്ട്സൈഡ് പുറത്തു വെച്ചേക്കുന്നത്? ബിക്കോസ് eyes help us to see. If the eye is set inside the body, how can we see? Can we see? ഉള്ളിലായിരുന്നു നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ്. See, still eyes have a privilege. Eyelids are there. Do you have eyelids like this way? കണ്ണിൽ എന്തെങ്കിലും പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങൾക്കറിയാം ഒരു കോല എന്തെങ്കിലും എടുത്തിട്ട് കുത്താൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കണ്ണടയ്ക്കും പേടിച്ചിട്ട് അല്ലേ? So eyes can take reactions. അതിന് റിയാക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് അതിൽ പൊടിയൊക്കെ വീഴാതെ നമ്മൾ വേഗം കണ്ണടയ്ക്കും അല്ലെ? അങ്ങനെ ഒരു റിയാക്ഷൻ ഐലിഡ്സ് ഉണ്ട്. ഓക്കെ, നൗ ഹിയർ ഫോർ കമ്പ്യൂട്ടർ ഓൾസോ ഇൻസൈഡ് there are some parts that we cannot see. നമുക്ക് കാണാൻ പറ്റില്ല. That is a RAM, random access memory, the microprocessor and mother board. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുറേ വയറുകൾ എന്തൊക്കെയോ സംഭവങ്ങൾ കാണാം. അതൊക്കെ പുറത്ത് വരുന്ന കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമ്പോൾ എവിടെയെങ്കിലും കട്ടായി കഴിഞ്ഞാൽ, ഒരു വയർ കട്ടായി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മേ നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. സോ ദേ ഹാവ് kept all those things, dedicated parts inside the computer. അതുകൊണ്ടാണ് അതെല്ലാം അവര് ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, എവിടെയെങ്കിലും കയ്യിൽ നിന്ന് താഴെ വീണാൽ പൊട്ടിപ്പോകും, നശിച്ചു പോകും അല്ലെ? അപ്പൊ അതിന് നല്ലൊരു ഫ്രെയിം ഉള്ളത് കൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് അത്ര വരില്ല പെട്ടെന്ന്. Okay, motherboard are inside the CPU box. We cannot see it from outside. The program that instructs the computer to do different things are called software. The computer processes data with the help of its software. So computer lo oro പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആസിയ മോളെ ആസിയ മുത്തേ ഇപ്പം ക്ലാസ് ശ്രദ്ധിക്കുക, എഴുതാനുള്ളത് പിന്നെ എഴുതാം കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ ഇവിടെ വരാൻ തുടങ്ങുമ്പോൾ ടീച്ചർ എല്ലാവരെ കൊണ്ടും കമ്പ്യൂട്ടറിൽ ചെയ്യിക്കാം. പെയിന്റ്, വേർഡ് പാഡ്, ടൈപ്പിംഗ്, റൈറ്റിംഗ് യുവർ നെയിം, ടൈപ്പിംഗ്, ഗെയിംസ് ആൻഡ് ഓൾ ഐ വിൽ ഷോ യു. ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്ക്. ഞാൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോണില് പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിലും കുറെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. Some other commonly used programs are MS Windows, CorelDRAW, Linux, MS Office and Adobe Photoshop. അങ്ങനെ കുറെ സംഭവങ്ങൾ. വിൻഡോസ്, MS വിൻഡോസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? MS വിൻഡോസ് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് കുറെ പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ അങ്ങടെയാണ്. ഓക്കെ, ഇനി then liveware are the people who work on the computer. See, നിങ്ങൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ കാണും ചില ഓഫീസുകളിലൊക്കെ some people are working with the computer. Have you seen people working on computer?
So people, those who are working on computer are called liveware. എന്തെന്നാ അവരെ പറയുന്നേ? liveware. liveware എന്ന് പറഞ്ഞാൽ ആരാണ്? people those who are working with the computer. കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഓഫീസിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. Here, how many of your parents are working with the computer? liveware. Is there anyone's parent? Nobody, sir. Okay, Toshin's. Okay. Father? Mother? Father. Okay, okay. Then, anybody else, sir? Parents are doing computer job? Computer work, computer job ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഫാദറോ മദറോ ബ്രദറോ സിസ്റ്ററോ അങ്കിൾ? ഓക്കെ, ബെനീറ്റ is there. Father. Benita, your father. Okay. Here, Muhammad Sahil. Sahil? Who? Sahil? Who? Your father. ആൻസർ മീ ഹിയർ. ഇവിടെ ഇവിടെ ഞാനല്ലേ ചോദിച്ചത്, അവിടെയല്ലല്ലോ ചോദിച്ചത്. ഇങ്ങോട്ട് നോക്കി പറ, ആരാ ഫാദർ ആണ്? ഫാദർ, അങ്കിൾ. ഓക്കെ, ഓക്കെ. See, those people those who are working with the computer are known as liveware. Say liveware. Okay. Here, see, the games that you play on the computer are also software. ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മള് ഗെയിം കളിക്കുന്നതും സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ടൈം ഈസ് ഗോയിങ് ടു അപ്പ്. നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, ബൈ ദെൻ. ഇനി ഇന്ന് ടീച്ചർ ഇട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ടിലേക്ക് പകർത്തി എഴുതണം. കേട്ടില്ല? ഓക്കെ, നല്ല മക്കളായിരിക്കല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഹോംവർക്ക് ചെയ്തിടുമ്പോൾ ഫസ്റ്റ് ആഫ്റ്റർ റൈറ്റിംഗ് ദ ഹോംവർക്ക്, ആഫ്റ്റർ പോസ്റ്റിംഗ് ദാറ്റ്, യു ഹാവ് ടു റൈറ്റ് യുവർ നെയിം പ്ലസ് സബ്ജക്ട് നെയിം. You have to write your name. For example, if Toshin is posting his homework, means after posting that you have to write Toshin's name. Then which subject? If it is computer, you have to write computer. If it is science, you have to write science. Okay. Okay, Benita wants to say something and all. Okay, ഞാൻ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരികയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാണ്ടേ പറയാം. Okay, Benita, what do you want to say? ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഗ്രൂപ്പിൽ അയക്കണോ? ഗ്രൂപ്പ്